ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി അരിപ്പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇത് ഈവനിങ് സ്നാക്കായും ഡിന്നറായും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. മീഡിയം വലുപ്പത്തിലുള്ള 3 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1 മിനിറ്റ് സമയം ഞാനൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. ഉള്ളി അധികമൊന്നും വഴന്ന് വരേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ വേണം വഴറ്റിയെടുക്കാൻ. 3 വലിയ അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്തെല്ലാം തീ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ഇവ ചേർത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക. മസാലകളെല്ലാം ആവശ്യത്തിന് വഴന്ന് കിട്ടിയാൽ ഇതിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഇവിടെ 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ്റെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് കുക്ക് ചെയ്തതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തതാണ്. ചിക്കനിലെ വെള്ളം വറ്റിച്ചെടുത്തിട്ട് വേണം നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാൻ. അത്യാവശ്യം എരിവുള്ള ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവെല്ലാം ചേർത്ത് തന്നെ വേവിച്ചെടുക്കുക. ഇവ നന്നായി വഴറ്റിയതിന് സമയത്ത് തന്നെ നമുക്ക് ഉപ്പെല്ലാം നോക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നിങ്ങൾ വഴറ്റിയെടുക്കാൻ. പിന്നെ ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ചിക്കനിലെ ആ ടേസ്റ്റ് മസാലയിലേക്ക് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റായും ചെയ്യണം. ഒരു 5 മിനിറ്റ് സമയം ഇതൊന്ന് കവർ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എങ്കിലേ ആ ആവിയെല്ലാം ചിക്കനിലെ ആവിയെല്ലാം തട്ടി ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു സ്റ്റെപ്പ് ഓർത്തുകൊണ്ട് ചെയ്തെടുക്കുക. ആവശ്യമായ ഫില്ലിങ്സ് റെഡിയാക്കി ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 8 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെരുംജീരകം അഥവാ വലിയ ജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 കപ്പ് ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങ ഇവിടെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അരിപ്പൊടിയിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ച് ഇത് നന്നായി ആ അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നന്നായി തിളപ്പിച്ച വെള്ളം വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കാൻ. തിളച്ച വെള്ളം കുറേശ്ശെയായി ചേർത്ത് വേണം മാവ് കുഴച്ചെടുക്കാൻ. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ മാവ് കുഴച്ചെടുക്കുന്നത്. ഇവിടെ ഞാൻ ഒരു 3-4 മിനിറ്റ് സമയം കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ചെറു ചൂടിൽ തന്നെ നന്നായി കൈവച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ കുഴയിലാണ് നമ്മുടെ കൽമാസിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. അതുകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. പിന്നീട് കുറച്ച് മാവ് എടുത്ത് ഉരുട്ടി നോക്കുക. ഉരുളയ്ക്ക് പാകത്തിൽ ആയിട്ടുണ്ടെങ്കിൽ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. വേണ്ട കാര്യങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കൈവെള്ളയിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഒരു ചെറിയ ഉരുള മാവെടുത്ത് നന്നായി ഉരുട്ടിയെടുക്കുക. നന്നായി ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് കൈവെള്ളയിൽ വെച്ച് നന്നായി പ്രസ് ചെയ്തെടുക്കുക. പിന്നീട് വിരൽ ഉപയോഗിച്ച് ഒന്നുകൂടെ പ്രസ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 2.25 ടീസ്പൂൺ ഫില്ലിങ്സാണ് നിറച്ച് കൊടുക്കുന്നത്. ഫില്ലിങ്സ് നിറച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡെല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കുക. സൈഡ് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് കൈവെള്ളയിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാൻ. നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന അതേ ഷേപ്പിലാണ് കൽമാസ് തയ്യാറാക്കിയെടുക്കുന്നത്. കൈയിൻ്റെ ഈ ഒരു പോർഷനിൽ വെച്ച് നന്നായി ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഷേപ്പിലുള്ള
കൽമാസ് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഇതുപോലെ ഈ മാവെല്ലാം ഉപയോഗിച്ച് ബാക്കിയുള്ള കൽമാസ് എല്ലാം നിങ്ങളിങ്ങനെ തയ്യാറാക്കിയെടുക്കുക. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ഷേപ്പിലുള്ള കൽമാസ് തന്നെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. അതിനുശേഷം കൽമാസ് ഒന്നൊന്നായി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് സമയമാണ് ഞാനിവിടെ കൽമാസ് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ലോണം ഇതെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇതിനു വേണ്ട മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നീട് കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നന്നായൊന്ന് ഒരു ബാറ്ററാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കൽമാസ് ഇതിനകത്തേക്ക് ഒന്ന് നന്നായൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇത് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മസാലയെ മുക്കിയെടുത്തിരിക്കുന്ന കൽമാസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് സമയം അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് സമയം മാത്രമേ ഇതിന് കുക്കിംഗ് ആവശ്യമായിട്ടുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുത്ത് നിറം മാറി തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് അടുപ്പിൽ നിന്ന് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ കൽമാസിന് ഒരു ഉറപ്പായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ കൽമാസ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് ഈ കൽമാസ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടമായാൽ ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻറ്റായി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.